നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അഡോബി ഇൻഡിസൈൻ ട്യൂട്ടോറിയലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് അഡോബി ഇൻഡിസൈനിൽ കലണ്ടറുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. 12 മാസത്തെ കലണ്ടറോ 6 മാസത്തെ കലണ്ടറോ 3 മാസത്തെ കലണ്ടറോ എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് വളരെ ഈസിയായി വളരെ എളുപ്പത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കലണ്ടറാണ് ഇവിടെ കാണുന്നത്. ഇതാ, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറാണ്. 2018 കലണ്ടറാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇൻഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ കലണ്ടറുകൾ മുഴുവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡിസൈനിലാണ്. ഈ ഇമേജ് മാത്രം ഫോട്ടോഷോപ്പിൽ നിന്നും ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു കലണ്ടറുണ്ട്. ഇതാ, ഒരു A5 കലണ്ടറാണിത്. ഇത് ഇൻഡിസൈനിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി, ജനുവരി. ഇതിൽ 2 പേജുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു ഡെമോയ്ക്ക് വേണ്ടി ചെയ്തതായതുകൊണ്ട് 2 പേജുകൾ മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഈ കലണ്ടറുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ഒരു ടാസ്ക്. അതായത് ഓരോ കലണ്ടറുകളും, അതായത് ഓരോ മാസത്തെ കലണ്ടറുകളും നമ്മൾ മാനുവലി ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വളരെയേറെ സമയമെടുക്കും. മാത്രമല്ല അതിൽ എറേഴ്സ് വരാൻ കൂടുതൽ സാധ്യതയുമുണ്ട്. നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്തും അല്ലെങ്കിൽ ടാബ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തെറ്റുകൾ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, അത് വളരെയേറെ സമയമെടുക്കുന്ന ഒരു ജോലിയുമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ക്രിപ്റ്റാണ്. കലണ്ടർ വിസാർഡ് എന്നുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം നമ്മൾ ഒരു സിംഗിൾ ക്ലിക്കിൽ ഈ കലണ്ടറുകൾ മുഴുവനായി ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ പാരഗ്രാഫ് സ്റ്റൈൽ, സെൽ സ്റ്റൈൽ എന്നിവ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ഫോണ്ടുകളെല്ലാം നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചും അതിൻ്റെ കളേഴ്സ് എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മൾ ഒരേ സമയം, അതായത് ഒറ്റയടിക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായി ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ നെറ്റിൽ പോകുന്നു. ഇവിടെ ഞാൻ ഗൂഗിളിൽ കലണ്ടർ വിസാർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. കലണ്ടർ വിസാർഡ് സ്ക്രിപ്റ്റ്, ഇതാ സൈറ്റ് നമുക്ക് കിട്ടുകയാണ്. കലണ്ടർ വിസാർഡ് .sourceforge.net എന്ന സൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നിന്നും ഇതാ ഡൗൺലോഡ് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് റെഡിയാണ്. ഇതാ ഡൗൺലോഡ് ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. സോഴ്സ് ഫോർജ് എന്ന ഒരു സൈറ്റാണിത്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ കലണ്ടർ വിസാർഡ് എന്ന ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഇതാ ആ സ്ക്രിപ്റ്റ് സേവ് ചെയ്യുകയാണ്. ഓക്കെ, അത് സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കത് നോക്കാം. ഇതാ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിനെ ഇവിടെ അൺസിപ്പ് ചെയ്യാം. ഞാനിവിടെ അതിനെ എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുന്നു. ഇതാ കലണ്ടർ വിസാർഡ് എന്ന ഈ സ്ക്രിപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായി കമ്പ്യൂട്ടറിൻ്റെ മൈ കമ്പ്യൂട്ടറിൽ പോകുന്നു. അതിനുശേഷം എൻ്റെ C ഡ്രൈവിൽ പ്രോഗ്രാം ഫയൽസിൽ അഡോബ് ഇൻഡിസൈൻ 2017 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2015 ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 2017 ആണ്. അതുകൊണ്ട് ഞാൻ 27-ലെ സ്ക്രിപ്റ്റ്സ് എന്നൊരു ഫോൾഡറുണ്ട്. അതിൽ സ്ക്രിപ്റ്റ് പാനലുണ്ട്. അതിലാണ് നമ്മൾ ഈ കലണ്ടർ വിസാർഡ് എന്ന ഈ ഫോൾഡർ ആസ് ഇറ്റ് ഈസ് നമ്മളിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് കാണാം. അതിൽ 2 സ്ക്രിപ്റ്റ് ഉണ്ട്. കലണ്ടർ വിസാർഡ് JS, ഇത് ജാവ സ്ക്രിപ്റ്റ് ആണ്. അതാണ് JS എന്നുള്ള എക്സ്റ്റൻഷൻ ഇവിടെ വരാൻ കാരണം. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ക്ലോസ് ചെയ്യുന്നു അത്. ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇൻഡിസൈൻ എടുക്കുന്നു. ഇതാ, ഇനി ഞാനിവിടെ മറ്റൊരു പേജാണ് എടുക്കുന്നത്. ഇവിടെ ഈ പേജിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതേ പേജ് തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫയലിൽ പോയപ്പോൾ ഡോക്യുമെൻറ്റ് സെറ്റപ്പ് കിട്ടി. A3 ആണ് ഈ സൈസ്. ഇതൊരു A3 കലണ്ടറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് കലണ്ടറിൻ്റെ ഏരിയ മാത്രം ഏതാണ്ട് A4 സൈസ് വരണം. ഞാനിവിടെ ഒരു പുതിയ ഡോക്യുമെൻറ്റിലേക്കാണ് ഈ കലണ്ടർ വിസാർഡിനെ ആദ്യം കൊണ്ടുവന്നിട്ട് കലണ്ടർ A4-ൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായി ഇവിടെ സ്ക്രിപ്റ്റ് പാനലുണ്ട്. ഇതാ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ പാനൽസിൻ്റെ കൂടെ ഇതാ സ്ക്രിപ്റ്റ്സ് എന്ന പാനലുണ്ട്. അത് അവിടെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഇതാ യൂട്ടിലിറ്റീസ് ഉണ്ട്, അതിൽ സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ കലണ്ടർ വിസാർഡ് എന്ന സ്ക്രിപ്റ്റ് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ, യൂസർ, ഇങ്ങനെ 2 ഫോൾഡേഴ്സ് ഉണ്ട്. അതിൽ ആപ്ലിക്കേഷൻ എടുക്കുന്നു, അതിൽ കലണ്ടർ വിസാർഡ് ഉണ്ട്. അത് ഇവിടെ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ കലണ്ടർ വിസാർഡ് .js അതാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ സ്ക്രിപ്റ്റ് കൊടുക്കാം. ഇതാ ഇങ്ങനെയും നമുക്ക് എടുക്കാം. ഇപ്പോൾ
കാലണ്ടർ വിസാർഡിൻ്റെ ഒരു വിൻഡോ നമുക്കിവിടെ ഓപ്പണായി വന്നിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പേടി തോന്നാം, പക്ഷേ ഇതിൽ വളരെ സിമ്പിളാണ്, വളരെ ഈസിയായി കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് ഫസ്റ്റ് മന്ത്. നമ്മൾ ബേസിക് കലണ്ടറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല ഈ അധ്യായത്തിൽ. ഇവിടെ ഡിസംബർ ആണ് ബൈ ഡിഫോൾട്ട് ഉള്ളത്, ഞാനത് ജനുവരി ആക്കുന്നു. അതിനുശേഷം ഇയർ, ഏത് ഇയറാണ് എനിക്ക് വേണ്ടത്? ഇവിടെ 2008 മുതൽ 2036 വരെയുള്ള കലണ്ടറുകളാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഓക്കെ, ഞാൻ 2018 എടുക്കുന്നു. ജനുവരി മുതൽ നമുക്ക് ഏത് മാസം മുതൽ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അത് ചിലർ മാർച്ച് മുതലുള്ള കലണ്ടർ ആയിരിക്കും ഉണ്ടാക്കുക, ചിലർ ജൂൺ മുതലുള്ള കലണ്ടറുകളായിരിക്കും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ആയിരിക്കും ഉണ്ടാക്കുക. അത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ലാസ്റ്റ് മന്ത് എനിക്ക് ഡിസംബറാണ് ആവശ്യം. ഓക്കെ, അതും ഞാൻ 2018 ആക്കുന്നു. ഓൾറൈറ്റ്. ലാംഗ്വേജ് എനിക്ക് ഇംഗ്ലീഷാണ് ആവശ്യം, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. എന്തെല്ലാം ലാംഗ്വേജ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ധാരാളം ലാംഗ്വേജസ് ഇവിടെ ഉണ്ട്. ഏതായാലും ഞാൻ ഇംഗ്ലീഷ് തന്നെയാണ് എടുക്കുന്നത്. ഇനി വീക്ക് ഡേ ഹെഡിങ് സ്റ്റൈൽ, അത് ഓട്ടോ തന്നെ, അതങ്ങനെ കിടന്നോട്ടെ. അതല്ലെങ്കിൽ നമുക്ക് ഞാനിവിടെ അതിൻ്റെ ഷോർട്ട് കട്ട്, അതായത് വീക്ക് ഡേ ഹെഡിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അത് എങ്ങനെ കാണിക്കണം? ഒന്നുകിൽ ആദ്യത്തെ അക്ഷരം മാത്രം കാണിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ മിഡ്, അതായത് സൺഡേ മാത്രം SUN എന്നുള്ള ഒരു ഷോർട്ട് കട്ട് മാത്രം കാണിക്കാം, അതല്ലെങ്കിൽ ഫുൾ കാണിക്കാം. ഞാനിവിടെ ഷോർട്ട് കട്ടാണ് സെലക്ട് ചെയ്യുന്നത്. SUN MON TUE അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, വീക്ക് സ്റ്റാർട്ട്സ് ഓൺ, അതായത് നമ്മുടെ ആഴ്ചകൾ ഏത് ഡേയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സൺഡേയിൽ വേണോ, മൺഡേയിൽ വേണോ, ഏതിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ആസ് യൂഷ്വൽ സൺഡേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പോകുന്നത് താഴെ. ഇവിടെ എനിക്ക് കാലണ്ടേഴ്സ് പെർ പേജ് അതിൽ ഇപ്പോൾ ഞാൻ A4-ൽ 12 പേജാണ്, 12 കലണ്ടറുകളാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, 12 കലണ്ടർ പേജ് ഓട്ടോ ആണ് എനിക്ക്. അതല്ലെങ്കിൽ ന്യൂ ഡോക്യുമെൻ്റ് എടുക്കാം. ന്യൂ ഡോക്യുമെൻ്റ് എടുത്തിരിക്കുന്നു. ഇനി പേജ് സൈസ് ഞാൻ A4 എടുക്കുന്നു. A4, അതായത് A3 ആണ് എൻ്റെ കലണ്ടർ വരുന്നത്. സോ അതിൻ്റെ പകുതിക്ക് മുകളിലേക്ക് ഞാൻ ഒരു വിഷ്വലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അപ്പോൾ എനിക്കൊരു A4-ൽ 12 കലണ്ടറുകൾ നിൽക്കത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫോൾട്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് ആക്കുന്നു. ഇത്രയുമാണ് എനിക്കിവിടെ തൽക്കാലം ചെയ്യാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ നോക്കുന്നില്ല. ഇനി ഇവിടെ കലണ്ടർ ടൈറ്റിൽ, അതായത് മന്ത് ആൻഡ് ഇയർ വേണമോ, അതോ മന്ത് മാത്രം വേണമോ, അതോ ഇതൊന്നും വേണ്ടേ? ഏതും നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അത് നമ്മളുടെ ഡിസൈൻ അനുസരിച്ച്. ചിലപ്പോൾ നമ്മൾ മന്തും ഡേറ്റുമൊക്കെ അല്ലെങ്കിൽ മന്തും ഇയറുമൊക്കെ സെപ്പറേറ്റ് ഒരു യൂണിറ്റായി നമ്മൾ കാണിക്കാറുണ്ട്. അത് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച് മാത്രം ഇരിക്കും. അത് തൽക്കാലം ഞാൻ മന്ത് മാത്രം എടുക്കുന്നു. എനിക്ക് മന്ത് മാത്രം മതി. അവിടെ മാക്സിമം നമ്പർ ഓഫ് റോസ് അത് ഓട്ടോമാറ്റിക്കാണ്. ഇനി ഇവിടെ ലെയർ ഓപ്ഷൻസിൽ ഞാൻ ആഡ് ലെയർ കൊടുക്കുന്നില്ല. എനിക്ക് ടെക്സ്റ്റ് ലെയർ വേറെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് അൺചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും മതി എനിക്ക് തൽക്കാലം ഇവിടെ. ഞാൻ അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ A4 ഡോക്യുമെൻറ്റിൽ ഇവിടെ ആ കലണ്ടറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പോൾ ആ കലണ്ടറുകളെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടർ ഒരു A4 പേജിൽ മാർജിനുമിട്ട് ഡോക്യുമെൻ്റ് സെറ്റപ്പ് എടുക്കാം. A4 ആണ്, ലാൻഡ്സ്കേപ്പ് ആണ്. ഓൾറൈറ്റ്, അതിൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കാം. W പ്രസ് ചെയ്തപ്പോൾ പ്രിവ്യൂ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റിംഗ് ശരിയല്ല, കാരണം നമ്മളുടെ ഡിസൈനിന് എനിക്കിത് പോരാ. ഇതിൻ്റെ ഫോണ്ടുകൾ മാറ്റേണ്ടി വരും. അതുപോലെ മന്തിൻ്റെ എല്ലാം ഫോണ്ടുകളൊന്നും ശരിയല്ല. ബൈ ഡിഫോൾട്ട് ഉള്ള ഫോണ്ടുകളാണ് വന്നിരിക്കുന്നത്. അതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം? നമുക്കിത് ഓരോന്നും മാറ്റുന്നത് പ്രാക്ടിക്കൽ അല്ല. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതുകൂടാതെ ഇവിടെ ചില എറേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ താഴെ റെഡ് ഡോട്ട് കാണാം. 12 എറേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോർമൽ വ്യൂവിലേക്ക് മാറിയപ്പോൾ ഒരു റെഡ് ഡോട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാനതൊന്ന് സൂം ചെയ്തെടുക്കുകയാണ്. ഈ റെഡ് ഡോട്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ആ കോളത്തിനകത്ത് ആ ഫോണ്ടുകൾ വന്നപ്പോൾ അവിടെ നിൽക്കാതായതാണ്. ഓവർസെറ്റ് 12 സ്ഥലത്ത് ഓവർസെറ്റ് ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ടേബിൾ സെൽസ് എന്ന ഈ പാരഗ്രാഫ് സ്റ്റൈലിലാണ് അത് സംഭവിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് ഞാൻ എടുക്കുന്നത് പാരഗ്രാഫ് സ്റ്റൈലാണ്. ഞാൻ വീണ്ടും പ്രിവ്യൂവിലേക്ക് പോകുന്നു. പാരഗ്രാഫ് സ്റ്റൈലാണ് എടുക്കുന്നത്. ഇവിടെ പാരഗ്രാഫ് സ്റ്റൈലുണ്ട്. അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാരഗ്രാഫ് സ്റ്റൈലുകൾ 1, 2, 3, 4, 5 സ്റ്റൈലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ഡേ ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. ഇവിടെ പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് വേണമെങ്കിൽ ശരിയാക്കാവുന്നതാണ്. ഇവിടെ പാരഗ്രാഫിൽ
കാലണ്ടർ ഡേ ആണ്. കാൽ ഡേ എന്നാണ് ആ പാരഗ്രാഫ് സ്റ്റൈലിൻ്റെ പേര്. ഞാൻ അത് ഒന്ന് ഫിക്സ് ചെയ്യുകയാണ് ആദ്യം. ഓക്കെ, കാൽ ഡേ. അതിൽ ഞാൻ ഇതാ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ആ ബേസിക് ക്യാരക്ടർ ഫോർമാറ്റിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഫോണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് മിനിയൻ പ്രോ 12 പോയിന്റ് ആണ്, റെഗുലർ ആണ്. ഞാൻ അതിന് ആദ്യം ആ ഫോണ്ടുകളെ മാറ്റുന്നു. ഞാൻ എനിക്കൊരു ഹെൽവെറ്റിക്ക മതി. ഓക്കെ, ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് ഫോണ്ട് എടുക്കാം. ഇതാ, ഇനി വേണമെങ്കിൽ ബോൾഡ് കണ്ടൻസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതാ ബോൾഡ് കണ്ടൻസ്ഡ് 12 പോയിന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. എനിക്ക് അത്രയും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ ഒരു 10 പോയിന്റ്. ഇപ്പോൾ അത് എല്ലാം തന്നെ ഫിക്സ് ആയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം നോ എറേഴ്സ് ആണ് കാണിക്കുന്നത്. എല്ലാ കലണ്ടറുകളിലും അത് ഫിക്സ് ആയിരിക്കുകയാണ്. ഇനി കേസ് നോർമൽ കേസ് ആണ് കിടക്കുന്നത്. ഞാനത് ഓൾ ക്യാപ്സിലാക്കുന്നു. എനിക്ക് ഓൾ ക്യാപ്സ് ആണ് ആവശ്യം. അപ്പോൾ അവിടെ കുറച്ചുകൂടി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പോയിന്റ് വീണ്ടും കുറയ്ക്കുന്നു. ഓക്കെ, 9 പോയിന്റ്, ദാറ്റ്സ് ഫൈൻ. ഇപ്പോൾ ആ ഫോണ്ട് ഞാൻ എല്ലാ കലണ്ടറുകളിലും മാറ്റിയിരിക്കുകയാണ്. ഹെൽവെറ്റിക്ക ന്യൂ LTSTD ബോൾഡ് കണ്ടൻസർ ആണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റാവുന്നതാണ്. ഇതാ ക്യാരക്ടർ കളറുണ്ട്. അതിപ്പോൾ ടെക്സ്റ്റ് കളർ, അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളറാണ്. അത് കുഴപ്പമില്ല. ഞാൻ അതിൻ്റെ പെർസെൻറ്റേജ് ഓക്കെ ഒരു 80% ആക്കുകയാണ്. ഇതാ എല്ലായിടത്തും അത് 80% ആയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ കളറുകൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലായിടത്തും, അതായത് ആ കോളത്തിനെല്ലാം മാറിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഫോണ്ടിനെ മാറ്റേണ്ടത് ഇവിടെ ഇതാണ്. ഈ ജാനുവരി എന്ന് എഴുതിയിരിക്കുന്നത് അത് ഏത് സ്റ്റൈലാണെന്ന് നമുക്ക് നോക്കാം. ഇതാ കാലണ്ടർ ടൈറ്റിലാണ്. അതിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഇതാ ബേസിക് ക്യാരക്ടർ ഫോർമാറ്റ് ഇതുപോലെ തന്നെ ഞാൻ ഹെൽവെറ്റിക്ക ആക്കുകയാണ്. ഹെൽവെറ്റിക്ക റെഗുലർ വേണ്ട, എനിക്ക് ബോൾഡ് കണ്ടൻസർ തന്നെ ആക്കുകയാണ്. ബോൾഡ് കണ്ടൻസർ പോയിന്റ് സൈസ് അത്രയും ആവശ്യമില്ല. എനിക്ക് ഒരു 15 പോയിന്റ് ഒക്കെ മതിയാവും. അത് ഇപ്പോൾ സ്മോൾ ക്യാപ്സിലാണ് കിടക്കുന്നത്. ഞാനത് ഓൾ ക്യാപ്സിലാക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. 15 ആവശ്യമില്ല. ഒരു 13 പോയിന്റ് അല്ലെങ്കിൽ 12 പോയിന്റ് എല്ലാം മതിയാവും. ഓക്കെ, എല്ലാം ഒറ്റയടിക്കാണ് മാറുന്നത്. അതാണ് നമുക്ക് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഓരോ ടൈറ്റിൽസിലും പോയി മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ കളറുകൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഏതാണ്? ബ്ലാക്ക് ആണ് ഇപ്പോൾ കിടക്കുന്നത്. അതും ഒരു വേണമെങ്കിൽ ഞാനിതാ ബ്ലൂ ആക്കുന്നു. ഇതാ അത് എല്ലായിടത്തും ബ്ലൂ ആയിരിക്കുകയാണ്. ഓക്കെ, തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇനി പ്രധാനമായിട്ടുമുള്ളത് എനിക്ക് ഈ ഡേറ്റ്സ് ആണ്. അത് ഏത് സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. കാലണ്ടർ ഡേറ്റ് എന്നാണ്. ഇതാ കാലണ്ടർ ഡേറ്റ്. ഞാൻ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കാലണ്ടർ ഡേറ്റിൻ്റെ ബേസിക് ക്യാരക്ടർ ഫോർമാറ്റ് ഞാനൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. അതും എനിക്ക് ഹെൽവെറ്റിക്ക തന്നെ മതി. ഞാൻ ഹെൽവെറ്റിക്ക ആക്കുന്നു. ഇതാ ഹെൽവെറ്റിക്ക 12 പോയിന്റ് ആണ് കിടക്കുന്നത്. അത് ഏതാണ്ട് അത് തന്നെ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, റെഗുലർ. ഇനി അതിൻ്റെ അലൈൻമെൻറ്റുകളും മറ്റും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇൻഡൻസ് ആൻഡ് ടാബ്സ് അതിലാണ് നമ്മളത് പോകുന്നത്. ഇപ്പോൾ റൈറ്റ് അലൈൻമെൻ്റ് ആണ് കിടക്കുന്നത്. ഞാനത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആക്കുന്നു. ഇപ്പോൾ അത് എല്ലായിടത്തും സെൻറ്റർ അലൈൻമെൻ്റ് ആണ് എനിക്ക് ആവശ്യം. ഞാനത് എല്ലായിടത്തും സെൻറ്റർ അലൈൻമെൻറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അതിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ ഇപ്പോഴത് ബ്ലാക്ക് 100% ആണ് കിടക്കുന്നത്. ഞാനത് ഒരു 80% ആക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കളർ 80% ആക്കി, അല്ലെങ്കിൽ വേണ്ട 100% തന്നെ കിടക്കട്ടെ. ഓക്കെ, 100% ആക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ ഓക്കെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ആ ഫോണ്ടുകളെ ഒക്കെ ഏറെക്കുറെ ഒന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം ഈ കോളംസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. അതായത് ഈ കലണ്ടറിൻ്റെ കോളംസ് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ഞാൻ അതിന് എടുക്കുന്നത് ഇവിടെ സെൽ സ്റ്റൈലുണ്ട്. സെൽ സ്റ്റൈലിൽ പോയതിന് ശേഷം ഇതാ സെൽ ബേസ്, അതിൽ കാലണ്ടർ ബേസിൻ്റെ ഒരു കോളമുണ്ട്. അതിൽ ഇതാ ഇവിടെ ടെക്സ്റ്റ്, ഗ്രാഫിക്, സ്ട്രോക്സ് ആൻഡ് ഫിൽസ് ഉണ്ട്. ഇതാണ് നമുക്കിവിടെ ആവശ്യം. ഈ 4 സൈഡിൽ ആവശ്യമുള്ളിടത്ത് വേണമെങ്കിൽ എല്ലായിടത്തും സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സൈഡ് മാത്രം സെലക്ട് ചെയ്ത് ഏത് ലൈൻസ് എല്ലാം വേണം എന്ന് തീരുമാനിച്ചതിന് ശേഷം ഞാനിവിടെ എല്ലാ ലൈൻസും ഒഴിവാക്കുകയാണ്. എനിക്ക് ഈ ലൈൻസേ ആവശ്യമില്ല. ഞാനിവിടെ ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ വെയിറ്റ് 0 ആക്കുകയാണ്. ഇപ്പോൾ ആ കോളംസ് എല്ലാം തന്നെ പോയിരിക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ടെക്സ്റ്റ് എടുക്കുന്നു. അതിൻ്റെ അലൈൻമെൻറ്റ് എനിക്ക് സെൻറ്ററിലേക്കാണ് ആവശ്യം. കുറച്ചുകൂടി അത് താഴേക്ക് വരും. അലൈൻ സെൻറ്റർ. കണ്ടോ, കുറച്ചുകൂടി താഴേക്ക് വന്നു. ഇപ്പോൾ ആ ഓരോ കോളത്തിലും ഓരോ ബോക്സസിലും അത് സെൻട്രൽ അലൈൻമെൻറ്റ് ആയിരിക്കുകയാണ്. യെസ്, ഇപ്പോൾ ഏറെക്കുറെ ആ കലണ്ടറുകളെല്ലാം തന്നെ ഫിക്സ് ആയിരിക്കുകയാണ്. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുകയാണ്. ഇതിൽ സൺഡേ എന്നുള്ളത് നമുക്ക് അവധിയാണ്. അപ്പോൾ അത് റെഡ് ആക്കേണ്ടി വരുന്നു. അതുമാത്രം നമ്മളിവിടെ മാനുവലായി ചെയ്യേണ്ടതുണ്ട്. അതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഇവിടെ ഈ ഡേയ്സ് വരുന്നത്, അതായത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അതിൽ സൺഡേ നമുക്ക് റെഡാണ് ആവശ്യം. ഞാനിവിടെ അതിനുവേണ്ടി ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് അത് മാറ്റാൻ സാധ്യമല്ല എല്ലാ കലണ്ടറുകളിലും. കാരണം അത് പല സ്ഥലങ്ങളിലും പല റീജിയൻസിലും പല ഡേയ്സിലായിരിക്കും അവധികൾ വരുന്നത്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ ആണ് അവധി വരുന്നത്.
മറ്റു പല സ്ഥലങ്ങളിലും സാറ്റർഡേ ആയിരിക്കും അവധി വരുന്നത്, അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ ആയിരിക്കും അവധി വരുന്നത്. അതുകൊണ്ട് നമ്മൾക്കിത് മാനുവലായി ചെയ്തേ പറ്റുകയുള്ളൂ. ഇവിടെ ഞാൻ പുതിയ ഒരു പാരഗ്രാഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്യാരക്ടർ ഞാൻ മാറ്റുന്നില്ല, അത് സെയിം ക്യാരക്ടർ തന്നെ കിടക്കുന്നു. ഞാനിവിടെ ആകെ മാറ്റുന്നത് കളർ മാത്രമാണ്. ഇതാ ഓക്കെ, ഇവിടെ റെഡ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ റെഡ് ഇവിടെ എടുക്കുന്നു. ഇതാ ഇങ്ങനെ നമുക്ക് അതെല്ലാം റെഡ് ആക്കേണ്ടി വരുന്നു. ഓക്കെ, ഇവിടെ എനിക്ക് ഈ സൺഡേ ഡേറ്റുകൾ മുഴുവനും, അതായത് അതും റെഡ് ആക്കേണ്ടതുണ്ട്. അതിന് ഞാൻ പുതിയ ഒരു പാരഗ്രാഫ് സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാ പുതിയൊരു പാരഗ്രാഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. ഫോണ്ട് ഞാൻ മാറ്റുന്നില്ല, ഞാനിവിടെ ക്യാരക്ടർ കളർ മാത്രമാണ് മാറ്റുന്നത്. ഓക്കെ, റെഡ് 100%. അവിടെ ഞാൻ റെഡ് 1 എന്ന് പേര് കൊടുക്കുന്നു. റെഡ് 1. ഓക്കെ, ഇതാ ഇവിടെ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ റെഡ് 1 എന്നത് ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഇതാ ഇങ്ങനെ ഓരോന്നും നമുക്കത് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഇപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫോർമാറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഫോർമാറ്റ് ചെയ്ത് വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡിസൈനിങ് പാർട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇതാ എല്ലാ ബോക്സസും ഗ്രൂപ്പ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ ഡോക്യുമെൻ്റ് സൈസ് ഞാനൊന്ന് മാറ്റുകയാണ്. ഇതാ A3 ആക്കുകയാണ്. A3 ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ ആക്കുകയാണ്, അതായത് പോർട്രേറ്റ്. ബ്ലീഡും സ്ലഗും ഒന്നും തൽക്കാലം ഞാൻ നോക്കുന്നില്ല, അതൊന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഈ ഡിസൈൻ അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അതിവിടെ ബാധകമല്ല. ഓക്കെ, ഇതാ ഇപ്പോൾ ആ കലണ്ടറിൻ്റെ മെയിൻ ഭാഗം നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. ഞാനിവിടെ താഴേക്ക് ഇറക്കി വെക്കുന്നു. ഇതാ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും, കാരണം ഇവിടെ താഴെ കമ്പനിയുടെ ലോഗോ വെക്കേണ്ടതുണ്ട്. അത് കോപ്പി ചെയ്യുന്നു. ഇതാ ഇവിടെ അത് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുകയാണ്. ഇത് ഈ ഡിസൈൻ അല്ല, ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതാ ഒരു A3 കലണ്ടർ എത്ര പെട്ടെന്നാണ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് A5 കലണ്ടറാണ്. ഡിസൈനിങ് പാർട്ട് നമ്മൾ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. എന്നാൽ ഇവിടെ നമുക്കൊരു പർട്ടിക്കുലർ ബോക്സിലേക്കാണ് എനിക്ക് ഈ കലണ്ടറിൻ്റെ ഭാഗം ചെയ്യേണ്ടി വരുന്നത്. ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ഒരു ബോക്സാണ് എനിക്ക് ആവശ്യം. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു പുതിയ ഫയൽ എടുക്കുന്നു. ഇതാ ഒരു A5 ആണ് എടുക്കുന്നത്. A5 ലാൻഡ്സ്കേപ്പ് ആണ് എടുക്കുന്നത്. മാർജിൻസ് എനിക്കൊരു 5 mm മാർജിൻ മതി. എനിക്കൊരു 2 പേജാണ് ഞാൻ തൽക്കാലം ഇവിടെ എടുക്കുന്നത്. ഫേസിംഗ് പേജ് ആവശ്യമില്ല. ഓക്കെ, ഇതാ A5ൻ്റെ 2 പേജാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ബോക്സിനെ ആദ്യം വരയ്ക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 12 കലണ്ടറുകളും 12 തവണയായി ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഒരു പർട്ടിക്കുലർ ബോക്സിലേക്ക് നമ്മൾ ഈ കലണ്ടറിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് ഒറ്റയടിക്ക് 12 എണ്ണം ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, ഞാനിവിടെ ഇതാ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുന്നു, ടെക്സ്റ്റുകൾ എടുക്കുന്നു. എനിക്ക് ഏകദേശം ഇത്രയും ഏരിയയിലാണ് ആ കലണ്ടറിൻ്റെ ഭാഗം മാത്രം ആവശ്യമായി വരുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പേജിൻ്റെ തംബ്നെയിൽ എടുത്തു. ഒന്നുകിൽ എനിക്കിവിടെ അടുത്ത പേജിലേക്ക് ഈ ബോക്സിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് സ്പ്രെഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടായാലും ഒരുപോലെ തന്നെയാണ്. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം കാലണ്ടർ വിസാർഡ് എടുക്കുകയാണ്. ഇതാ കാലണ്ടർ വിസാർഡ് എടുത്തു. ഇതാ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ജനുവരി എടുക്കുന്നു. ഓക്കെ, 2018 ജനുവരി എടുക്കുന്നു. ലാസ്റ്റ് ഡിസംബർ ഇതാ 2018 തന്നെ കിടക്കുന്നു. സൺഡേയിൽ ഞാൻ ആരംഭിക്കുന്നു. ഓക്കെ, SUN മതി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് കലണ്ടേഴ്സ് പെർ പേജ് 1 ആണ് ആവശ്യം. മാത്രവുമല്ല ഇവിടെ പേജ് ഓട്ടോയിൽ നിന്ന് മാറ്റി ഞാൻ, അതായത് കറണ്ട് ടെക്സ്റ്റ് ഫ്രെയിമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവിടെ പേജ്, അതൊന്നും എനിക്കിപ്പോൾ ബാധകമല്ല, കാരണം ഞാനിവിടെ ഓൾറെഡി പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേജിലേക്കായിരിക്കും ആ കലണ്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുക. മന്ത് ആൻഡ് ഇയർ ഞാൻ മന്ത് മാത്രം കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഇതാ മന്ത് ഇയറും കൊടുക്കാം, അങ്ങനെയും അത് സംഭവിക്കുന്നതാണ്. ഇതാ ഇത്രയുമാണ് എനിക്ക് തൽക്കാലം ഇതിൽ ചെയ്യാനുള്ളത്. ഞാനിതാ ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എനിക്കൊരു വാർണിംഗ് മെസ്സേജ് വരികയാണ്. വെൻ ഡ്രോയിങ് ഇൻ ടു എ ടെക്സ്റ്റ് ഫ്രെയിം ഓൺലി 1 month ക്യാൻ ബി ക്രിയേറ്റഡ്. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. എനിക്ക് ആ പർട്ടിക്കുലർ ബോക്സിലേക്ക് ജനുവരി മാസത്തെ കലണ്ടർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ഫെബ്രുവരിയിലേക്ക് പോകുന്നു. ഇതാ ഫെബ്രുവരിയും അതുപോലെ തന്നെ ചെയ്യുന്നു.
ഇതാ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഫെബ്രുവരിയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മന്ത് ഇതാ ഫെബ്രുവരി ആക്കുന്നു, 2018 ആക്കുന്നു. ഡിസംബർ അത് പ്രശ്നമില്ല, 2018 തന്നെ ആക്കുന്നു. ഓക്കെ, എനിക്ക് സൺ ആണ് ആവശ്യം. സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കി ഇവിടെ ഇതാ കറന്റ് ടെക്സ്റ്റ് ഫ്രെയിം ആക്കുന്നു. ബാക്കി ഇവിടെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇവിടെ ഞാൻ മന്ത് മാത്രമാക്കുന്നു. ഓൾറൈറ്റ്, ഇപ്പോഴും ആ വാർണിംഗ് മെസ്സേജ് തരുന്നുണ്ട്. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഫെബ്രുവരി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ മന്തും ക്രിയേറ്റ് ചെയ്യുക, 12 മാസവും ക്രിയേറ്റ് ചെയ്യുക. ഈ പേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം, ഈ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ആ ടെക്സ്റ്റ് ഫ്രെയിമോട് കൂടിയുള്ള ആ പേജുകൾ നമ്മൾ 12 കോപ്പി എടുത്തതിന് ശേഷം, 12 ഡ്യൂപ്ലിക്കേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ ചെയ്യാവുന്നത് ഈ പാരഗ്രാഫ് സ്റ്റൈലുകൾ മാറ്റുന്നതാണ്. ടൈപ്പിൽ പോയി കഴിഞ്ഞാലും നമുക്കത് കിട്ടുന്നതാണ്. ഇതാ പാരഗ്രാഫ് സ്റ്റൈൽ. ഓക്കെ, ഇവിടെ ഓരോന്നായി നമുക്കിത് മാറ്റാവുന്നതാണ്. കലണ്ടർ ബേസ്, ഇതാ ബേസിക് ക്യാരക്ടർ. ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഫോണ്ട് കൊടുക്കാം എനിക്ക്. ഓക്കെ, മിനിയൻ തന്നെ ആയിക്കോട്ടെ. മിനിയൻ തന്നെ കിടക്കുന്നു. 12 പോയിന്റ് സൈസ് കൂടുതലാണെന്ന് തോന്നുന്നു. യെസ്, 12 ഈസ് ഫൈൻ. നൗ കേസ് ഓൾ ക്യാപ്സ് ആണ് എനിക്ക് ആവശ്യം. ഓൾ ക്യാപ്സ് കൊടുക്കുന്നു. അതിനുശേഷം ക്യാരക്ടർ കളർ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നു. പ്രശ്നമില്ല, ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം കാലണ്ടർ ടൈറ്റിൽ ഇതാ ബേസിക് ക്യാരക്ടർ മിനിയൻ പ്രോ. 36 പോയിന്റ് ഉണ്ട്, എനിക്ക് അത്രയും ആവശ്യമില്ല. 36 പോയിന്റിൻ്റെ ആവശ്യമില്ല. ഒരു 30 അല്ലെങ്കിൽ 25 എല്ലാം മതിയാവും. ഇതാ 25. സ്മോൾ ക്യാപ്സ് ആണ് കിടക്കുന്നത്, അതും ആവശ്യമില്ല. ഓൾ ക്യാപ്സ് മതി. പോയിന്റ് സൈസ് വേണമെങ്കിൽ ഇനിയും കുറയ്ക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ കളർ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഇതാ ഞാനൊരു ഗ്രീൻ ആക്കുന്നു. ഗ്രീൻ ആയിരിക്കുകയാണ്. അത് ഓക്കെ കൊടുക്കുന്നു. ഇനി കലണ്ടർ ഡേ, അതിലെന്താണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടിയുള്ളത് എന്ന് നോക്കാം. ഫോർമാറ്റ്, ഓൾ ക്യാപ്സ് കിടക്കുന്നു. 12 പോയിന്റ് ഉണ്ട്. ഇൻഡൻറ്റ്, അലൈൻമെൻറ്റ് ഇതാ എനിക്ക് സെൻറ്ററാണ് ആവശ്യം. സെൻറ്ററാണ് കിടക്കുന്നത്. ഓക്കെ, ബാക്കിയൊന്നും ഇപ്പോൾ തൽക്കാലം എനിക്ക് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ അതിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിനെ സെൽ സ്റ്റൈലുകൾ കാൽഡേറ്റ് ഇതാ അവിടെയും അതുപോലെ തന്നെ. ഇപ്പോൾ റൈറ്റ് അലൈൻമെൻ്റ് ആണ് കിടക്കുന്നത്, അത് ഞാൻ സെൻറ്റർ അലൈൻമെൻ്റ് ആക്കുന്നു. ഇപ്പോൾ അത് സെൻറ്റർ അലൈൻമെൻ്റ് ആയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ അതിൻ്റെ ബോക്സസ് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ബോക്സസ് ഇപ്പോഴും ഉണ്ട്. അതിന് ഞാൻ പോകുന്നത് സെൽ സ്റ്റൈലിലാണ്. ഇതാ ടേബിൾ സെൽ സ്റ്റൈൽ. ഇതാ കാലണ്ടർ ബേസ് എടുക്കുന്നു. അവിടെ ടെക്സ്റ്റിനെ അലൈൻ സെൻറ്റർ ആക്കുന്നു. ഇപ്പോൾ അത് ആ ബോക്സിനെ സെൻട്രൽ അലൈൻമെൻ്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. സ്ട്രോക്സ് ആൻഡ് ഫിൽസിലാണ് എനിക്ക് പോകേണ്ടത്. ഞാനിപ്പോൾ എല്ലാം സെലക്റ്റഡ് ആണ്. അത് 0 ആക്കുന്നു. ഓൾറൈറ്റ്, ഇതാ ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ നോക്കാം. കറക്റ്റ് ആയിരിക്കുകയാണ്. വേണമെങ്കിൽ ആ സൺഡേ മൺഡേ എന്നുള്ളത് വേണമെങ്കിൽ എനിക്ക് കളർ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഞാൻ പാരഗ്രാഫ് സ്റ്റൈലിൽ തന്നെ വീണ്ടും പോകുന്നു. ഇതാ പാരഗ്രാഫ് സ്റ്റൈൽ. അതേതാണ് ആ സ്റ്റൈൽ എന്ന് ആദ്യം നമുക്ക് നോക്കാം. കാലണ്ടർ ഡേ ആണ്. ഓക്കെ, അതിൻ്റെ കളർ നമുക്കൊന്ന് മാറ്റാം. ഒരു ബ്ലൂ കിടക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും മറ്റു പേജുകളിൽ ഇതാ ഇങ്ങനെ 12 പേജ് ഉണ്ടെങ്കിൽ ഈ 12 പേജിലും ഇത് എഫക്റ്റ് ആവുന്നതാണ്, ഇത് അപ്ലൈ ആവുന്നതാണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ആ ഡിസൈനിൻ്റെ പാർട്ട്, അതാണ് നമുക്കിവിടെ ആവശ്യം. അത് ഞാൻ ഇതാ A5 കലണ്ടറിൽ നിന്നും ഇവിടെ ഞാൻ ഈ 2018 ഈ കമ്പനി ലോഗോയും അതിൻ്റെ മാസ്റ്റർ പേജിലാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. മാസ്റ്റർ പേജിൽ നിന്നും അത് നമുക്കെടുക്കാം. ഇതാ ഒരു പുതിയ മാസ്റ്റർ പേജാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബി മാസ്റ്റർ, അത് ഞാൻ അവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കുകയാണ്. കാരണം അത് എല്ലാ പേജുകളിലും എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എ മാസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് ഇതാ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുക്കുകയാണ്. ഇപ്പോഴത് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇതാ ഇങ്ങനെ 12 പേജ് ഉണ്ടെങ്കിൽ ആ 12 പേജുകളിലും ഇത് വരുന്നതാണ്. വേണമെങ്കിൽ ഈ കലണ്ടർ നമുക്ക് കുറേ താഴത്തേക്ക് വെക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ വെക്കുമ്പോൾ അത് എല്ലാ പേജുകളിലും നമ്മളത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഈ 2018 എന്നുള്ള ഡേറ്റ് കുറച്ച് മുകളിലേക്ക് മാറ്റുകയാണ്. ഇതാ ഓക്കെ, ഇപ്പോഴത് കറക്റ്റായി കിട്ടിയിരിക്കുകയാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി സെൻട്രലൈസേഷൻ മാറ്റാവുന്നതാണ്. ഇതാ
ഇപ്പോൾ അത് സെൻട്രലൈസ് ആയിരിക്കുകയാണ്. ഇനി ആ ഇമേജ് ആണ് എടുത്തു വെക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇതാ ഇമേജ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഇതൊക്കെ ഇതിന്റെ ഡിസൈനിങ് പാർട്ടുകളാണ്. ഈ ഡിസൈനിങ് പാർട്ട് എങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഡിസൈൻ വേണ്ടി വരിക എന്നുള്ളതെല്ലാം നമ്മൾ ഓരോരുത്തരാണ് തീരുമാനിക്കുന്നത്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കലണ്ടറിന്റെ ക്രിയേഷൻ മാത്രമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുമാത്രമാണ് ഇവിടെ ഒരു ഡെമോ ആയി വിശദീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് കലണ്ടർ വിസാർഡ് എന്ന ഈ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിസൈനിൽ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ ഒരു കലണ്ടർ ഡിസൈൻ ചെയ്യുന്നത്. ഇൻഡിസൈൻ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ എന്നിവയുടെ മലയാളത്തിലുള്ള കൂടുതൽ വീഡിയോ ട്യൂട്ടോറിയൽസ് കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.